ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു കുറച്ചധികം മാസ് സീനുകൾ നിറഞ്ഞതാണ്. നമ്മുടെ ജാഫറിന്റെ കുറച്ച് മാസ് സീനുകൾ നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു കേട്ടോ ഇന്ന് ഉണ്ടായിരുന്നത്. അതുകൂടാതെ വലിയൊരു ട്വിസ്റ്റും ഇന്നത്തെ എപ്പിസോഡുണ്ട്. അത് എന്തെന്നറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അഞ്ജലിയും കൂട്ടുകാരിയും മോർച്ചറിയിൽ പോയിട്ട് പത്മയാണോ അത് ബോഡി പത്മയുടെ ആണോ എന്ന് അറിയാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇന്നലെ എപ്പിസോഡിന്റെ അവസാനം കണ്ടത്. എന്താണെങ്കിലും അഞ്ജലി കയറി വരുമ്പോൾ ബോഡി കണ്ടു എന്ന് അഞ്ജലി പറയുന്ന സീനോട് കൂടിയിട്ടാണ് ഇന്നലെ തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം ഇങ്ങനെ തന്നെയാണ്. അഞ്ജലി പറയുകയാണ് ഞാൻ ബോഡി കണ്ടു, പക്ഷേ അത് പത്മയുടെ അല്ല. അപ്പം അതുവരെ ടെൻഷൻ അടിച്ചിരുന്ന അമ്മയും അതുപോലെ ആര്യയും കുഞ്ഞപ്പനും കൂട്ടുകാരികൾക്കൊക്കെ വളരെയധികം ഒരു ആശ്വാസമായി മാറും. അപ്പോഴും പത്മയുടെ ബോഡി അല്ല എന്ന് പറയുമ്പോൾ സന്തോഷിക്കാത്ത ഒരാളുണ്ട് അവിടെ. അതാരാണെന്ന് നിങ്ങൾക്കും അറിയാലോ, അമ്മായിയാണ്. അമ്മായി അത് പത്മയുടെ ബോഡിയാണ് എന്ന് ഉറപ്പിച്ചിട്ട് അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് പത്മയല്ല എന്ന് കേട്ടോ പുള്ളിക്കാരിക്ക് മാത്രം അത്ര പിടിച്ചിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയാണ് ആദ്യത്തെ എപ്പിസോഡിന്റെ സീനുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കാണുന്ന സീന് എന്ന് പറയുന്നത് ഈ രാഘവനുണ്ണിയുടെ അടുത്ത് മുകുന്ദൻ, അതായത് രാഘവനുണ്ണിയുടെ അനിയനായിട്ടുള്ള ആള് ബിസിനസ്സിലേക്ക് പോയതാണ്. പുള്ളിക്ക് അഡ്വക്കേറ്റ് ആണെങ്കിൽ പോലും പുള്ളിക്ക് അത് ചെയ്യാനായിട്ട് താല്പര്യമില്ല. രാഘവനുണ്ണിക്ക് മനസ്സുകൊണ്ട് മുകുന്ദൻ അങ്ങനെ പോയതിൽ ഒട്ടും താല്പര്യമില്ല ബിസിനസ്സിലേക്ക്. അപ്പൊ മുകുന്ദൻ വന്നിട്ട് രാഘവനുണ്ണിയോട് കുറച്ച് പൈസ കടം ചോദിക്കുകയാണ്. ബിസിനസ്സിൽ ചില പാളിച്ചകളെ പറ്റി അതിന് പൈസ കുറച്ച് വേണം ഏട്ടാന്ന് പറഞ്ഞ് പറയാണ്. അപ്പോൾ രാഘവനുണ്ണിക്ക് പൈസ കൊടുക്കാനൊന്നും താല്പര്യമൊന്നും ഇല്ല. പക്ഷെ പുള്ളി എന്നാലും ചോദിക്കും, എത്ര രൂപയാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും, വളരെ നിസ്സാരമായ ഒരു തുകയാണ് ഏട്ടാ, 2 കോടി രൂപ പറയും. ഇത് കേൾക്കുമ്പോഴത്തേനും രാഘവനുണ്ണി ഷോക്കഡായി മാറി. 2 കോടി രൂപയോ, നീ എന്താ ഈ പറയുന്നത്? പലപ്പോഴായിട്ട് നീ എത്ര രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എത്രയോ ലക്ഷങ്ങൾ നീ എൻ്റെ അടുത്ത് വാങ്ങി വെച്ചിരിക്കുന്നത് പലരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ കണക്കുകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും രൂപയൊന്നും ഉണ്ടാക്കി തരാനായിട്ട് എൻ്റെ അടുത്തില്ല. ഇനി അല്ലെങ്കിൽ പിന്നെ ഈ ശംഖുചക്രം തറവാട് വീതം വെക്കേണ്ടി വരും. അവത്തിന് മുഖം പറയും, എങ്ങനെയാണെങ്കിൽ വീതം വെക്കേണ്ടി വരും ഏട്ടാ, എനിക്കിവിടെ അവകാശം ഉണ്ടല്ലോ എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേനും രാഘവനുണ്ണിക്ക് രക്തം അങ്ങ് തിളച്ചു വരും. അങ്ങനെ ഇവിടുന്ന് ഒരു വീതം വെച്ചൊരു നയാ പൈസ കിട്ടുമെന്ന് ഈ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന മുകുന്ദ, എനിക്ക് വേറെ പണിയുണ്ട്, നീ വേറെ എന്തെങ്കിലും വഴി നോക്കുമെന്ന് പറഞ്ഞിട്ട് ഈ മുകുന്ദനെ ഒരു ആക്കിയ രീതിയിലാക്കിയിട്ടും രാഘവനുണ്ണി നടന്നങ്ങ് പോകും കേട്ടോ. ഇത് ഈ രാഘവനുണ്ണിയുടെ അടുത്ത് നിന്ന് ഇത്രയും വലിയൊരു തിരിച്ചടി മുകുന്ദൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. അപ്പൊ പുള്ളിക്ക് വളരെ വിഷമവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ അതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ പുള്ളിയുടെ വൈഫും മോളും കൂടെ വരും. അവരിങ്ങനെ ചോദിക്കും, പുള്ളി ദേഷ്യം വരും, ഗ്ലാസ് എടുത്ത് എറിഞ്ഞ് ഉടയ്ക്കും. അങ്ങനെ ചെറിയ ചെറിയ സീനുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് രാഘവനുണ്ണി ഹരീന്ദ്രനും വക്കീലും കൂടി കുറുപ്പിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതിരാവിലെ തന്നെ ഇവർ രണ്ടുപേരും കൂടെ കുറുപ്പിന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ കാവ്യ ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ ലാല കളിച്ചൊക്കെ നടപ്പുണ്ട്. അപ്പോൾ രാഘവനുണ്ണി കണ്ടത് കാവ്യ ചാടി എഴുന്നേക്കും, സന്തോഷത്തോടുകൂടി ചാടി എഴുന്നേക്കും, അങ്കിളെ എന്നൊക്കെ പറഞ്ഞ് ചാടി എഴുന്നേക്കും. അപ്പൊ കുറുപ്പ് എവിടെയെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ കുറുപ്പ് ആ സമയത്ത് അങ്ങോട്ടേക്ക് വരും. അതുപോലെ കാവ്യയുടെ അമ്മ വരും. അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു, വളരെ സന്തോഷത്തിലിരിക്കുന്നു, എന്തെങ്കിലും കുടിക്കാൻ എടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം കുറിപ്പ് ചോദിക്കും, എനിക്ക് ഡൽഹി വരെ പോകേണ്ടതായിരുന്നു, പക്ഷെ ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമായിട്ട് പോലും താൻ അത് ക്യാൻസൽ ചെയ്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് മറ്റേ ഈ ഹരീന്ദ്രനെ അങ്ങോട്ട് വന്നത് എന്തെങ്കിലും നല്ല കാര്യം പറയാനാണോടോ, അതെയോ എന്തെങ്കിലും നമുക്കുള്ള തിരിച്ചടികളാണോ, എന്താണെങ്കിലും അതൊന്ന് പറഞ്ഞു തുലയ്ക്കുന്നു പറയും. അപ്പത്തേനും ഹരീന്ദ്രൻ പറയും, എന്താണെങ്കിലും മോശം കാര്യമല്ല, വളരെ നല്ലൊരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് പറയും. അപ്പത്തേനും കുറിപ്പിന് വലിയ സന്തോഷവും, ഓ അങ്ങനെയാണെങ്കിൽ ആശ്വാസമുണ്ട്, എപ്പോഴും തിരിച്ചടികളാണല്ലോ, എന്തായാലും എന്ത് സംഭവമാണെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പത്തേനും ഹരീന്ദ്രൻ വക്കീല് പറയും, ഈ ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഒന്നും പോയിട്ടില്ല എന്ന് പറയും. പക്ഷെ അതിനും ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ രാഘവനുണ്ണി വക്കീല് പറയുന്നുണ്ട്, ഈ അർജുനും അഞ്ജലിയും തമ്മിൽ ഒരു ബന്ധവുമില്ലടോ, അവര് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ അവനെ പിടിച്ചു നിർത്തി ചോദിച്ചു, അവര് തമ്മിൽ ഒരു ബന്ധവുമില്ല. എൻ്റെ ഏറ്റവും വലിയ ശത്രുവാ, അച്ഛന്റെ ശത്രു മകന്റെ ശത്രു ആകാതിരിക്കുവോ, എൻ്റെ രക്തം തന്നെയല്ലേടോ അവന്റെ രക്തം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മീൻ വിളക്കിയിട്ട് രാഘവനുണ്ണി കാവ്യയോടും കുറുപ്പിനോടും പറയാണ് കേട്ടോ. അപ്പത്തേനും കുറിപ്പിച്ചെത്തി, അങ്ങനെയാണ് പിന്നെ ചാൾസിനെ പിടിച്ച് അവൻ എന്തിനാണ് പോലീസിൽ ഏൽപ്പിച്ചതെന്ന് ചോദിക്കും. അപ്പത്തേനും രാഘവനുണ്ണി പറയും,
അത് വേറെ ഒന്നുമില്ലടോ, വണ്ടി തമ്മിലൊന്നും ഒരു ഓജസ്സും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേനും കുറുപ്പിനും കാവ്യക്കും ഭയങ്കര സന്തോഷമാകും. കാരണം രാഘവനുണ്ണി അത്ര കോൺഫിഡന്റോട് കൂടി പറയാണ് കേട്ടോ. അപ്പൊ എനിക്കും ഇത് കണ്ടപ്പോ തോന്നി രാഘവനുണ്ണി ഇപ്പോഴും ഒരു കോൺഫിഡന്റ് ആയി മാറിയിട്ടുണ്ട്. അർജുനും അഞ്ജലിയും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന രീതിയിൽ ഇപ്പൊ പുള്ളി വിശ്വസിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഒരു വിധത്തിൽ നോക്കി കഴിഞ്ഞാൽ അർജുൻ ഒരു വിധത്തിൽ തട്ടിമുട്ടി എസ്കേപ്പ് ആയി പോയി സത്യത്തിൽ ആ കേസിൽ കേട്ടോ. എന്താണെങ്കിലും ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് ഹരീന്ദ്രൻ പറയുന്നത് ഹാർഡ് ഡിസ്കിന്റെ കാര്യത്തെ പറ്റി കേട്ടോ. ഈ ഹാർഡ് ഡിസ്ക് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, പാസ്വേഡ് കാർത്തിക്ക് മറന്നു പോയതാണല്ലോ. അപ്പൊ നമ്മൾ പുറത്തു കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു സംഭവം മിസ്സായിട്ടില്ല. പത്മ കേസുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെയുണ്ട്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് വെച്ചിട്ട് ഹാർഡ് ഡിസ്ക് കാവ്യയുടെ കയ്യിലേക്ക് കൊടുക്കും. അപ്പൊ ഹാർഡ് ഡിസ്ക് കാവ്യ വാങ്ങും. കാവ്യക്ക് ഭയങ്കര സന്തോഷമാകും. അപ്പോൾ രാഘവനും കുറുപ്പും കൂടെ പറയും ഈ സംഭവം ഉടനെ തന്നെ നശിപ്പിച്ചു കളയും. ഇനി ഈ പത്മ കേസിലേക്ക് ഈ ഹാർഡ് ഡിസ്ക് ഒരു പ്രശ്നക്കാരനായി കടന്നു വരരുത്. അപ്പൊ ഈ സാധനം നശിപ്പിച്ചു കളഞ്ഞേക്കെന്ന് പറയും. അപ്പൊ ഹരീന്ദ്രൻ കാവ്യയോട് പറയും, കാവ്യ ഇത് വെള്ളത്തിലിട്ടങ്ങ് വെച്ചേരെ, പിന്നെ ഒന്ന് ഫിസിക്കലി ഒന്ന് ബ്രേക്ക് ചെയ്ത് പൊട്ടിച്ചുകൂടി കളയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് പറയും. അപ്പൊ കാവ്യ പറയും അത് ഞാൻ വേണ്ട രീതിയിൽ ചെയ്തോളാം എന്നൊക്കെ പറയും. അത് കഴിയുമ്പോഴത്തേനും രാവണന് പറയും ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ള സന്തോഷത്തിന്റെ കാര്യം. അപ്പത്തേനും കുറിപ്പ് എക്സൈറ്റഡ്, കുറെ അധികം സന്തോഷ വാർത്തകൾ കൊണ്ടാണല്ലോ താൻ രാവിലെ എത്തിയിരിക്കുന്നത്, അതുകൂടി പറഞ്ഞ് തുലയ്ക്കണമെന്ന് പറയും. അപ്പൊ പറയാനായിട്ട് പോകുന്നത് നമുക്കും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. അപ്പം രാഹുലിന് പറയും എന്താണെങ്കിലും പത്മ കേസിൽ നമുക്ക് എന്തായാലും ഒരു സിറ്റിങ്ങോട് കൂടി കാര്യങ്ങളൊക്കെ തീരും, നമുക്ക് അനുകൂലമാണ് വിധി എന്നൊക്കെ നമുക്ക് ഉറപ്പായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഉടൻ തന്നെ അർജുനും കാവ്യയും തമ്മിലുള്ള വിവാഹത്തിലേക്ക് കാര്യങ്ങൾ നീക്കാം, അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കേട്ടോ എന്ന് പറയും. ഇത് കേൾക്കുന്നതിന് കാവ്യ അങ്ങോട്ട് എക്സൈറ്റഡ് ആകുക കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര സന്തോഷം, ഒക്കെ ചുവന്ന് പുള്ളിക്കാരി നാണത്തോടു കൂടി. അപ്പൊ കാവ്യയുടെ നാണം കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് കാവ്യ അങ്ങ് പോകട്ടോ. എന്താണെങ്കിലും അർജുനും കാവ്യയും തമ്മിലുള്ള വിവാഹം ഉടനെ നടത്താനായിട്ട് ഒരു ഡേറ്റ് രാഘവനെ ഫിക്സ് ചെയ്യാൻ പോവാണ്. അതാണ് അടുത്ത വലിയൊരു പ്രശ്നം വരാനായിട്ട് പോകുന്നത്. അത് അർജുന എങ്ങനെയാണ് അതിന് കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പിടുത്തമില്ല. എന്താണെങ്കിലും അങ്ങനെ സംഭവം ഉടൻ തന്നെ വരാനായിട്ട് പോകണം കേട്ടോ. അങ്ങനെ ഈ സീനെല്ലാം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന സീനാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും മാസ് സീനുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം അഞ്ജലി കൊണ്ട് വന്നിട്ട് പത്മയെ മിസ്സായ കേസിൽ മിസ്സായത് ഒരു കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് അത് ആവശ്യമാണ് മിസ്സായത് കൊണ്ട്. അപ്പൊ ഇത് എന്തായി എന്ന് അന്വേഷിക്കാനായിട്ട് തരകൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ തരകൻ അഞ്ജലിയെ കാണുമ്പോൾ തന്നെ ഒന്ന് ആക്കി ചിരിക്കും. എന്താണ് ഇവിടെ ഇനി പെണ്ണുങ്ങളെന്ന് പിടിച്ചിറങ്ങി പോകാനില്ല, ഇനി ഏത് പെണ്ണ് മിസ്സായ കേസാണ് മേഡം എന്ന് ചോദിക്കും. അപ്പൊ തന്നെ അഞ്ജലി പറയും അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇന്നലെ ഒരു കേസ് ഇവിടെ തന്നിരുന്നു, അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് അറിയാനാ വന്നേ, എന്തെങ്കിലും ചെയ്തോ എന്നറിയാനായിട്ടാ വന്നേന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതേ സമയം ഈ സംഭവം നടക്കുന്ന സമയം ഇതേ സമയം നമ്മുടെ ജാഫർ SI ജാഫർ ഒരു മാസ് എൻട്രി നടത്തുന്നുണ്ട് കേട്ടോ. ഒരു മാസ് എൻട്രിയോട് കൂടി പുള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത് വാതിക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ തരകൻ ഇത് കാണുന്നില്ല കേട്ടോ. അപ്പൊ തരകനുമായിട്ട് അഞ്ജലി ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അഞ്ജലിയോട് തരകൻ പറയും അതൊക്കെ എഴുതി തന്ന് അങ്ങനെ നടക്കും, നിന്നോട് ഞാൻ പറഞ്ഞു തരുന്നില്ലേ അവിടെ ഒരു ബോഡി കിടപ്പുണ്ടെന്ന്, അത് പത്മയുടെ ആയിരിക്കും ഉറപ്പാണല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് കയറി വന്നെന്ന രീതിയിൽ ചോദിക്കുന്നതിനും അഞ്ജലി അത് പത്മയുടെ ഒന്നും അല്ല ബോഡി, നിങ്ങൾക്ക് ഞാൻ ഈ കേസ് എഴുതുന്ന അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളെ പോലെ ഉള്ളവരുടെ അടുത്ത് നിന്ന് ടാക്സി മേടിച്ച് നിങ്ങൾക്ക് സാലറി എന്ന് ഞങ്ങളുടെ പരാതികളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ അതിന് നീക്കുപോക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തരകൻ പറയും അതിനൊന്നും ഇപ്പൊ സൗകര്യമില്ല, മോള് പോകാൻ നോക്ക്. അപ്പത്തേനുമാണ് ഒരു മാസ് എൻട്രി ശരിക്കും പറഞ്ഞാൽ ജാഫർ നടക്കുകയാണ്. അപ്പൊ ജാഫറിനെ കാണുമ്പോൾ ശരിക്കും തരകൻ ഞെട്ടിപ്പോകും കേട്ടോ. കാരണം ഇപ്പോൾ SI ജാഫർ അല്ല, ഒരു സ്റ്റാഫ് കൂടി പുള്ളി കൂടിയിട്ടുണ്ട്, ഇപ്പൊ CI ജാഫർ. അപ്പൊ CI ആയിന്ന് തരകനെ ഒറ്റനോട്ടത്തിൽ മനസ്സിലായി. പിന്നെ സല്യൂട്ട് അടിക്കാതെ വഴിയില്ലല്ലോ. അപ്പൊ തരകനാണ് സല്യൂട്ട് അടിച്ചു പോകും കേട്ടോ. സല്യൂട്ട് അടിച്ചു പോകും. അത് കഴിഞ്ഞ് കയറി വന്നിട്ട് താൻ നീക്കുപോക്ക് ഉണ്ടാക്കും, താൻ വഴി ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ ജാഫർ കയറി വരുന്നത്. അപ്പോൾ ജാഫർ അതിനൊപ്പം തന്നെ അഞ്ജലിയോട് പറയും വക്കീലെ വെച്ച് നീ പൊക്കോ, ഇവിടെ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, ഞാനിവിടെ ഉണ്ടല്ലോ എന്നല്ല. അപ്പോൾ അഞ്ജലി സന്തോഷത്തോടെ തിരിച്ചു പോകും. അഞ്ജലി തിരിച്ചിറങ്ങുമ്പോൾ തന്നെ ആര്യയുടെ കോള് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആര്യ പറയുന്നു അച്ഛനെ എഴുന്നേറ്റ്, അച്ഛനെ ഇങ്ങനെ എന്താ പറയാ അനങ്ങാതെ തന്നെ കിടക്കുക, ഞങ്ങൾ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല, അങ്ങനെ ഒരു രീതിയിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല, നീ ഒന്ന് വേഗം വരുമോ, നീ വിളിച്ചാൽ അച്ഛൻ എഴുന്നേക്കുള്ളൂ എന്ന് പറയണം. അപ്പൊ അഞ്ജലി അത് കേട്ട് ടെൻഷൻ അടിച്ച് വേഗം സ്കൂട്ടർ എടുത്ത് പോവുകയാണ്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന് ഏറ്റവും അവസാനത്തെ സീൻ എന്ന് പറയുന്നത് SI അല്ല CI ജാഫർ ചോദിക്കുകയാണ് കേസ് ഡയറീസ് ഒക്കെ എടുത്ത് ഞാൻ നോക്കട്ടെ താൻ എന്താ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ കേസ് ഡയറി എടുത്തു കൊടുക്കും. അതിൽ നോക്കുമ്പോൾ
അഞ്ജലി പറഞ്ഞിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ഒരു അപ്ഡേറ്റ്സ് ഒരു കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ തരകൻ. അപ്പോൾ ഇതിന് ചോദ്യം ജാഫർ ചെയ്യും. അതുകൂടാതെ ജാഫർ ചോദിക്കും ഇവിടെ എത്ര പേര് ലോക്കപ്പിൽ കിടക്കുന്നുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ തരകൻ പറയും 2 പേര്. അങ്ങനെയല്ലല്ലോ, ഒരാൾ കൂടി ഉണ്ടാവണല്ലോ. ഒരു ചാൾസ് എന്ന് പറഞ്ഞ ഒരു കൊടും ക്രിമിനലിനെ കൂടി ഒരു ഒരു പയ്യൻ പിടിച്ചുകൊണ്ട് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവൻ എവിടെ പോയി നോക്കും. ഇല്ല സാർ, അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നു സാർ എന്നൊക്കെ പറയും കേട്ടോ. ഇങ്ങനെ തരകനാറിനൊക്കെ ഇങ്ങനെ ഉഴറും കേട്ടോ. അപ്പത്തേനും നമ്മുടെ ജാഫർ പറയും അതെ, ഞാനിവിടെ ഇവിടെ പ്രൊമോഷൻ വാങ്ങി ഇവിടെ വന്നത് ചുമ്മാതെ നോക്കാനും തൻ്റെ ഈ കളികൾ കാണാനൊന്നുമല്ല. ഇവിടെ ചാൾസ് എന്നൊരു ഒരുത്തൻ ഉണ്ടായിരുന്നുവെന്നും താൻ ഇറക്കി കൊണ്ടുപോയി എന്നും തൻ്റെ ശിങ്കടികൾക്ക് വേണ്ടിയിട്ട് അവനെ വിട്ട് കളഞ്ഞതാണെന്നൊക്കെ എനിക്കറിയാടോ. അപ്പൊ തനിക്ക് കുറുപ്പ് എന്നൊരാളെ അറിയാമോ? എം പി ആയിട്ടുള്ള കുറുപ്പ്, അവന്റെ ശിങ്കിടികളാ താനെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ എന്താണെങ്കിലും തൻ്റെ കളികളൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ. ഇതിനിടയിൽ തന്നെ ഈ SI തരകനാണെങ്കിൽ ഈ ചാൾസ് ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നതിനും ജാഫർ കലിപ്പടിച്ച് മാസമായിട്ട് കഴുത്തും കീറിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തരകന്റെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തരകൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയിലായി പോകും. എന്താണെങ്കിലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. തരകന്റെ കളികളെല്ലാം ഇതോടുകൂടി നിൽക്കുകയാണ്. കാരണം വീണ്ടും അത് ജാഫർ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അഞ്ജലിക്ക് ഒരു സപ്പോർട്ട്, ബാക്കിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. എന്നാണെങ്കിൽ ജാഫർ ഉള്ളപ്പോൾ വളരെയധികം നമുക്ക് സന്തോഷമായിരുന്നു. ഇത് തിരിച്ച് വീണ്ടും ഡബിൾ പവറിൽ ജാഫർ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. എന്താണെങ്കിലും നിങ്ങൾ കാത്തിരിക്കുക, കാണുക. നമ്മുടെ പ്രൊമോ വീഡിയോന് വേണ്ടിയിട്ടും നിങ്ങൾ കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.